അത്രേ ഉള്ളൂ. ഉണ്ണി എന്ത് പറഞ്ഞു അതൊക്കെ. ഈ വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. അടിച്ചു. അല്ല ഇപ്പൊ സാറിന്റെ നിലപാട് ഉണ്ണിമുന്തനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ വിപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാറിന് ഇപ്പൊ ചിരിച്ചുകൊണ്ട് കുറെ നേരം ഞാൻ ഇന്ന കാലത്ത് ഞാൻ ഉണ്ണിയെ വിളിച്ചിരുന്നു. ആ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചാൽ സംസാരിക്കാറില്ല. അപ്പൊ കറക്റ്റ് ഭയങ്കര ടെക്നിക്കാണ്. കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് അത് സംഭവം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിക്ക് ഇതിന്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ് നിങ്ങളുടെ ഇമ്മച്യൂരിറ്റി ആ തോട്ട് പ്രോസസ്സിനകത്ത് അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന്. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല. കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അടിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ എന്തെന്നാലും ശരി കോടതിയിൽ അത് സാർ എല്ലാ കാര്യത്തിലും സാറിൻ്റെതായ നിലപാട് പറയുന്ന ആളാണ്. ഇപ്പം ഇന്നലെ അദ്ദേഹത്തിന് ഉണ്ണിമുന്തന് എതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലുള്ള കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചോദിക്കേണ്ടത് സാറിൻ്റെ നിലപാട് എന്താണ് ഇതിനെ കുറിച്ചിട്ട്. ഞാൻ അറിയുന്ന ഒരു ഉണ്ണിയുണ്ട്. ഞങ്ങൾ ആദ്യം ഇന്ന് മലയാള സിനിമയിൽ ഉണ്ണിമുന്തൻ ഉണ്ടെങ്കിൽ 10-21 വർഷം മുന്നേ 21,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ട് സിനിമയ്ക്ക് സൈൻ ചെയ്ത വ്യക്തിയാണ് ഈ മേജർ രവി. അന്ന് ഈ ഉണ്ണിമുന്തനെ അറിയ പോലുമില്ല. മാടക്കൊല്ലി എന്നുള്ളൊരു സിനിമ ചെയ്യേണ്ടതായിരുന്നു. അതിനുശേഷം പിന്നെ അത് നടന്നില്ല, അത് പോയി. അതിനുശേഷം പലയിടത്തും ഉണ്ണിമുന്തൻ മേജർ രവി എടുത്തിട്ട് ഇടിച്ചു നോക്കി ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളെല്ലാം പബ്ലിഷ് ചെയ്ത് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ചാടരുത്. ഇന്നലെ ഉണ്ണിയുടെ പ്രശ്നം എന്താണ്? ഉണ്ണി ഇടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിന് എന്താ കാരണം എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. അപ്പൊ അത് വിട്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വീടിനടുത്താണ് ആ ഒരു സ്ത്രീ 4 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നദിയിലത്. നമ്മൾ ആദ്യം എന്താ പറയുക? ഒരു തള്ളയായിട്ട് ചെയ്തത്. ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നീട് നിങ്ങൾ ചോദിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴല്ലേ അറിഞ്ഞത് എന്താണെന്നത്. ഒരമ്മയുടെ ആ ഒരു കുട്ടീനെ ഇതുപോലെ ഒരുത്തൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് പിന്നെ ഈ അമ്മ ആലോചിക്കുന്നത് എന്തിനാണ് ഈ കുട്ടി ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എല്ലാവരും കൂടെ അമ്മേനെയും കുറ്റപ്പെടും. അതിന്റെ കാരണം എന്താണ്? അത് ഭർത്താവിന്റെ അനിയനാണ്. ഇങ്ങനെല്ലാം പിന്നീടാണ് വരുന്നത്. അതുപോലെ ഉണ്ണിമുന്തന്റെ വെയിറ്റ് കറക്റ്റ് ഭയങ്കര ടെക്നിക്കാണ്. കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത് അത് സംഭവം. അല്ല കണ്ണാടി ധരിച്ചുകൊണ്ടാണ് വന്നിരുന്നത്. കണ്ണാടി ഊരാൻ പറഞ്ഞു. അദ്ദേഹം ചെയ്ത തെറ്റുകൊണ്ട് അദ്ദേഹം മുഖത്ത് നോക്കി സംസാരിച്ചില്ല. പെട്ടെന്നുള്ള പ്രഭാവത്തിൽ കണ്ണാടി ഊരി അത് പൊട്ടിച്ചു. അത് വാസ്തവമാണ്. പക്ഷെ അദ്ദേഹത്തെ ദേഹോദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹം 6 വർഷമായി അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. പക്ഷെ പല സെറ്റുകളിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഒരു നടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ അത് രമ്യതയിലാക്കിയത് ഉണ്ണിമുന്തനാണെന്നും പറയുന്നു. അല്ല പക്ഷേ ഇതിൽ 2 പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും വിശ്വസിക്കാനില്ല. ഇന്നലെ ക്യാമറയുടെ മുന്നിൽ വിപിന് ഇത് കുറെ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ ദേഹ ഉപദ്രവം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇന്ന് ഉണ്ണിമുന്തൻ വന്നിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല, കണ്ണാടി മാത്രമേ പൊട്ടിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? ഒരു ജെന്യൂനിറ്റി വേണ്ട. ഒരു ഉണ്ണിമുന്തൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് ഫിഗറാണ്. ആ ഫോൺ എടുത്തിട്ടില്ല. അവനറിയാൻ ഞാൻ വിളിച്ചാൽ സംസാരിക്കാറില്ല. അപ്പൊ അവിടെ വിളിച്ചിട്ടില്ല. ഉണ്ണിമുന്തൻ കണ്ണാടി മാത്രമേ പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും അത്. നീ എന്തിനു ടെൻഷൻ അടിക്കുന്നത്? അപ്പൊ ഒരു കാര്യം ഞാൻ ഉണ്ണി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് മമ്മൂക്ക തന്നൊരു കണ്ണാടിയുണ്ട് മിഷനായിട്ട് കഴിഞ്ഞപ്പോ ഞാനത് ഇട്ട് വരുമ്പോ പറയാം നീ അന്ന് പൊട്ടിക്കല്ല. ആ കണ്ണാടിയോട് വിദ്വേഷം കൊണ്ടാണെന്ന് വിപിൻ അടിച്ചത്. കറക്റ്റ്. അല്ല ഇപ്പൊ സാറിന്റെ നിലപാട് ഉണ്ണിമുന്തനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ അതോ വിപിനെ സപ്പോർട്ട് ചെയ്തിട്ടാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. സാറിന് ഇപ്പൊ ചിരിച്ചുകൊണ്ട് കുറെ നേരം നീ ഇപ്പം ഫേസ്ബുക്കിൽ നിന്നിട്ട് എന്നെ കുറെ വിളിക്കും. എന്നെ കുറെ ആൾക്കാർ വിളിക്കും. ഇവരെ ഒന്നും ഫേസ് എനിക്ക് കാണില്ല. പക്ഷെ നേരിട്ട് വന്നിട്ട് അങ്ങനെ ഞാൻ വിളിക്കും.
അത് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആരും നേരിട്ടൊന്നും വിളിക്കൂല. അതുപോലെ ഉണ്ണിമൂന്നനൊക്കെ തെറി വിളിച്ചോ ഇല്ലെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ സംഭവിച്ചതെന്ന്. ഉണ്ണി പറഞ്ഞല്ലോ ഞാൻ അടിച്ചിട്ടില്ല, കാരണം ചാർജ് ഷീറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അടിച്ചൊന്നും പറയാൻ പറ്റില്ല. അത് പിന്നെ എന്ത് തന്നെയാലും ശരി കോടതിയിൽ അത് നമ്മളത് സ്ഥിരീകരിക്കണം. അപ്പൊ അതുകൊണ്ട് ഉണ്ണിമൂന്നൻ പറഞ്ഞു അടിച്ചില്ലെങ്കിൽ അടിച്ചില്ല, നമ്മൾ വിശ്വസിച്ചു. നിലപാട് ഇത്രയേ ഉള്ളൂ. ഉണ്ണി എന്ത് പറഞ്ഞു അതൊക്കെ. ഇനി വിപിൻ എന്നെ വിളിച്ച് പറഞ്ഞു ഇല്ല ചേട്ടാ എന്നെ അടിച്ചു. ആ അടിച്ചു. അല്ല ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞു ഉണ്ണിമൂന്നനെ വിളിച്ചു എന്ന് പറഞ്ഞു, വിപിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിപിൻ എന്താ പറഞ്ഞു? രണ്ടാളും പക്ഷെ അത് എന്നെ കോടതി തെളിയിച്ചു, വക്കീൽമാരുണ്ടോ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് പട്ടാളത്തിൽ ഇരിക്കുന്ന സമയത്ത് അവരൊരു അടി കളഞ്ഞിട്ട് എന്റെ ഇവിടെ ഒരു കത്തി കൊണ്ട് ഓഫീസേഴ്സും ഗുണ്ടാസും തമ്മിലൊരു അടിയായിരുന്നു. പക്ഷെ അത് പിന്നെ എന്താ വെച്ചാൽ പെട്ടെന്ന് ടേൺ ചെയ്തു. കംപ്ലീറ്റ് ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഇഞ്ചുറി റിപ്പോർട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എഴുതാൻ ഇരുന്നിരുന്ന ആള് ഒരു സർദാർ ഓഫീസറായിരുന്നു. ഒരു പേപ്പർ എടുത്ത് തന്നു, രാത്രിയായിരുന്നു. അതിൽ നിന്റെ എവിടെയൊക്കെ അപ്പൊ ഞങ്ങൾക്ക് എന്റെ ശരീരത്തിൽ മുഴുവൻ ചതവ്, ഇടി, കുത്ത്, മുറി ഇതെല്ലാം ഉണ്ട് ഈ പേപ്പറിനകത്ത്. എനിക്ക് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കേസ് വരുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ മാറ്റി. സാർ ഈ എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഒരു കലാകാരൻ എന്ന നിലയിലല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബാധ്യത സാറിനെ എപ്പോഴും പിടിച്ചു നിർത്താറുണ്ടോ? ഇപ്പൊ ഉണ്ണിമൂന്നന്റെ കേസ് പറയുമ്പോൾ ഉണ്ണിമൂന്നൻ ഒരു സംഖ്യയാണെന്ന്, അല്ലെങ്കിൽ ഉണ്ണിമൂന്നൻ ഒരു BJP കാരനാണെന്നുള്ള ഇത് ഷൈനാണെങ്കിൽ ശരി നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ അറിയാത്തൊരു കാര്യം, കാരണം എന്താണ് അവിടെ നടന്നിരിക്കുന്നത്, എന്തുകൊണ്ട് ഉണ്ണിയത് ചെയ്തു. അപ്പം ഇത് നമ്മൾ അറിയാതെ, അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം പറഞ്ഞത്. അമ്മയുടെ കാര്യത്തിൽ ഞാൻ അന്ന് ഭയങ്കരമായിട്ട് എന്നെ DYSP വിളിച്ച് സംസാരിച്ചു, പുത്തൻകുരിശ്. ഞാൻ എന്തോ കാര്യത്തിന് വിളിച്ചാണ്, ഒരു ബൈക്കോടെ കിടക്കേണ്ട നമ്മൾ സാറേ എന്നാൽ രാത്രി മുഴുവൻ ഉറക്കില്ലായിരുന്നു. വാട്ട് എന്തൊരു അമ്മയുടെ ഒന്ന് ചോദിച്ചു. ഇതാണ് ആദ്യം പറയുന്നത്. പക്ഷെ പിന്നീട് അറിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെ മാനസിക ഒരു പെറ്റമ്മയല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഒരു കൺക്ലൂഷനും തരരുത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കകത്ത് ഇന്നലെ ഒരു സാധനം വന്നിരിക്കുന്നത്, കാശ്മീരി പോലീസ് നടന്നു പോകുന്ന ഒരു കാശ്മീരിനെ പിടിച്ച് നോക്കുമ്പോൾ കുറെ തോക്കും സാധനങ്ങളെല്ലാം കിട്ടിയതാണ്. ആ പോലീസുകാരൻ്റെ തോളത്തിരിക്കുന്നത് പാകിസ്ഥാൻ ആർമി എന്നുള്ളത് അവന്റെ സ്റ്റാർ. ഇത് നമ്മൾ നോക്കുന്നില്ല, അവനെ വിട്ടു, നമ്മളത് ഫോർവേഡ് ചെയ്യണം. സോ ആദ്യം ഒരു ഫാക്ട് ചെക്ക് ചെയ്യില്ല. ഇത് വളരെ എളുപ്പമാണ് ഫോർവേഡ് ചെയ്യാൻ. നല്ല വേറെ 5 പേരൊക്കെ ഫോർവേഡ് ചെയ്യാം. സാർ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, നിലവിൽ ഏറ്റവും ഇപ്പം പറഞ്ഞ പോപ്പുലർ ഒരു കലാകാരനുമാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു വക്താവ് എന്ന നിലയിൽ സംസാരിക്കുന്ന ഒരു വ്യത്യാസം ഉണ്ടോ? ഒരു കലാകാരനോ എനിക്ക് എന്താണെന്ന് അറിയാം, ഞാനൊരു മനുഷ്യനാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയത എൻ്റെ തലയിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, BJPയുടെ വൈസ് പ്രസിഡന്റ് ഉണ്ട്. കാരണം ഞാനൊരു മോദി ഭക്തനും ആരാധകനും തന്നെയാണ്. നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും ശരി, ഇന്ന് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ്, ഞാൻ ഇന്ത്യയുടെ ഒരു പ്രോസ്പെറിറ്റിയാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അതിനെ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രധാനമന്ത്രി കറക്റ്റ്. അപ്പൊ അതിനെ ഞാൻ ആരാധിക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോ, കാരണം ഞാനത് നേരിട്ടല്ലോ എന്നെ വിളിക്കുന്നത്. അപ്പൊ അത് ഞാൻ കേൾക്കാം. ഉണ്ണിമൂന്നൻ എന്നുള്ളൊരു വ്യക്തി അത് BJP കാരനും അല്ല, RSSകാരനും അല്ല, ഒന്നുമല്ല. മോദിജിയുടെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുത്തു, ഗുജറാത്ത് ബന്ധത്തിൽ കുറച്ച് ഗുജറാത്തിൽ സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ഉണ്ണിമൂന്നന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഒന്നുമില്ല. എനിക്ക് ഉണ്ണിമൂന്നനെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല, ഒരു ബാധ്യതയില്ല. ഞാനൊരു കലാകാരൻ എന്ന നിലയ്ക്ക് എനിക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. അവനെ ഞാൻ എപ്പോഴും കാണുന്നത് വളരെ ഇമ്മച്ചുവർ ആയിട്ടൊരു കുട്ടി എന്നാണ് ഞാൻ വിളിക്കുക. ഞാൻ ചിലപ്പോൾ അതാണ് ഒന്ന് ഫോൺ വിളിച്ചപ്പോൾ എടുത്തിട്ടില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്താ പറയാൻ പോകുന്നത്. എന്ത് തന്നെയാലും ശരി, ഒരാളെ സപ്പോർട്ട് ചെയ്യലല്ല. അപ്പം എന്തുകൊണ്ട് ഒരു വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? ഉണ്ണി ശാസനോ അബൌട്ട് 37 years ആയിരിക്കും. അവർ 37 വയസ്സിന്റെ ഒരു പക്വത. വിപിന് എനിക്ക് തോന്നുന്നു 40 വയസ്സോ ആയിരിക്കും അല്ലേ? അപ്പൊ രണ്ടുപേർക്കും എന്തെങ്കിലും കാര്യം കാണും, അത് പിന്നീട് അറിയുമോ എന്താണെങ്കിലും. ഈ മാർക്കോ പോലത്തെ ഒരു സോഷ്യൽ മീഡിയയിലെ അതിക്രമങ്ങൾ പറയല്ലോ, ഉണ്ണിമൂന്നൻ അടിച്ചെന്നൊക്കെ പറഞ്ഞ് വാർത്തകളൊക്കെ വന്നെന്ന് പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു എഫക്ട് ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ സാറിനെ പോലെ ഒരാളെ അടിച്ചു എന്നൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇവിടെയാണ് മോനെ. ഞാൻ എന്താന്ന് പറയാ, ഞാനൊരു വ്യക്തി, നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്, ഞാൻ പടപടപടാന്ന് അടിച്ചിട്ട് പോകും. വല്ലപ്പോഴും ഒന്ന് കമന്റുകൾ നോക്കും, ഹായ് ഹലോ, ഒരു തെറി കാണും, താങ്ക് യു പറഞ്ഞ് ഞങ്ങൾ പോകും. ഇത് കഴിഞ്ഞിട്ട്
പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. എൻ്റെ അഡ്മിനുണ്ട്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ മോളാണ്, അവിടെ പേഷ്യൻറ്റിൽ വർക്ക് ചെയ്യുന്നു. അവൾ വിളിച്ചു അങ്കള് തെറി. ഞാൻ നീ എന്തിനീ വായിക്കാൻ പോകുന്നു? ഞാൻ പറയാതെ ഞാൻ പറഞ്ഞു പോയി. പിന്നീട് ഇതേ ആളുകൾ ഇപ്പം എബ്രാന്റെ സമയം വന്ന സമയത്ത് എനിക്ക് ഇട്ടിട്ടൊക്കെ പോകാൻ മോഹൻലാൽ താഴ്ത്തു. ആദ്യം മോഹൻലാലിനെ എടുത്തിട്ട് എയറിലിട്ടു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ ഈ ലൈവ് കൊടുത്തപ്പോൾ എന്നെ എടുത്തിട്ട് എയറിലിട്ടു. അങ്ങനെ പോകുന്നു. ഞാൻ എയറിലെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും ഞാൻ താഴത്തെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പേൽഗാം ഇഷ്യൂ വന്നു. ഇതേ ആളുകൾ എന്നെ തെറിവിളിച്ചിരുന്ന അതേ ആളുകൾ ഞാനെന്തോ മഹാനാണ്, ദൈവമാണ് എന്ന് പറഞ്ഞ് ഇത്രയുള്ളൂ. ആദ്യമായിട്ട് നിങ്ങൾ ആദ്യം ഒരു മനുഷ്യനെ ഇൻഡിവിജ്വലിനെ മനസ്സിലാക്കുക. ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ആര് വേണമെങ്കിൽ തെറിവിളിക്കും. ബട്ട് യു ഷുഡ് ഹാവ് ദ ഗട്ട്സ് ടു കോൾ ഹിം അപ്പ് ആൻഡ് സേ ഹലോ മേജർ രവി എടാ എന്നുള്ളത് നീ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ എന്നെ വിളിക്കും വിത്ത് എ നമ്പർ. അത് വിളിക്കില്ല. ഇവിടെ എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ ആണ്. അപ്പം ഇത് ഇവിടെ കാണുന്നതാണ് ഈ അസൂയ, കുരുട്ടത്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ തെറിയിലും വിളിക്കും. നിനക്ക് മനസ്സമാനം കിട്ടിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല. ബിക്കോസ് ഐ ആം ഓൾവേസ് പോസിറ്റീവ്. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അതായത് അല്ല ഒരു ക്ലാരിറ്റി കണ്ടിട്ട്, അതായത് സാറിന് അറിയാം, ഉണ്ണിമുന്തനെ നേരിട്ട് അറിയാവുന്ന വ്യക്തിയെന്നുള്ളേക്ക് മാർക്ക് പോലത്തെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം ഹിറ്റായതിനു ശേഷം അദ്ദേഹത്തിന് ഒരു ഫിലിം വരുന്നില്ല എന്നും കൂടി അതിന്റെ ഫ്രസ്ട്രേഷനും കൂടി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ എത്രത്തോളം ജെന്യൂനിറ്റി ഉണ്ട് വിശ്വസിക്കും? ഇത് ഓരോ ഇൻഡിവിജ്വലിന്റെ കാൽക്കുലേഷൻസ് ആണ്. ഞാനൊരു സിനിമ ചെയ്തു, ആ സിനിമ ചെയ്തിട്ട് പിന്നീട് ഞാൻ ഈ ലൈനിലേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഈ വിപിനടക്കം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വലിയ സിനിമകൾ മാത്രമേ ചെയ്യുള്ളൂ. അത് നിങ്ങൾ കേട്ടാണ്. അപ്പൊ ചിലപ്പോൾ എന്താണെന്നറിയോ, നമ്മുടെ കാൽക്കുലേഷൻ ചിലപ്പോൾ തെറ്റിപ്പോകും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, പരാജയം എന്നുള്ളത് വന്നു കഴിഞ്ഞാലും അതിനെ മറക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു വിജയം വന്നിട്ട് അതിനെ ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിനെ കൊണ്ടുപോകണമെങ്കിൽ നിനക്ക് ആ പരാജയം എടുക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടായിരുന്നു. ഓക്കെടാ ഞാൻ ഇനിയും തിരിച്ചു വരും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉനിക്ക് ഇതിന്റെ ഇങ്ങനെ ഈ ഫ്രസ്ട്രേഷൻ എന്നുള്ള ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ അത് ഉണ്ടാവുന്ന എങ്ങനെയാണ്, നിങ്ങളുടെ ഇമ്മച്യൂരിറ്റി, ആ തോട്ട് പ്രോസസ്സിനകത്ത് യു ഷുഡ് തിങ്ക് ദാറ്റ് നോ ദിസ് നോട്ട് നത്തിങ്. അതിപ്പോ വിപിൻ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ട് ഉണ്ണി എന്ത് പറഞ്ഞു പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഉണ്ണിനെ വിടുപ്പം 2 ദിവസം കഴിയട്ടെ, ഞങ്ങൾ ഉണ്ണിയുടെ ഇന്റർവ്യൂ എടുക്കുക, എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാം. എന്താ മോനെ? ഉണ്ണിയല്ലേ ഇല്ല, ഇതൊക്കെ പറയാനുള്ളതാണ്. ആ കേസ് പോലും ഇല്ലല്ലോ. ഉണ്ണിയുടെ ആ വുമൻ സംതിങ് അല്ലേ, ഏതോ റൈറ്ററിന്റെ ഇതിപ്പോ നാളെ ഇവർ രണ്ടുപേരും കൈ കൊടുത്തു നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ചെയ്തു. പിന്നെ അവന്റെ പേരുള്ളൊരു സുഖല്ലേ വായിക്കാൻ, പറയാം ഉണ്ണി. അത് ഉണ്ണിയായിട്ടാണ് ആ കുട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ ഇന്നിപ്പോ കാണുന്ന കാരണം തോരനെ വിളിച്ചിട്ടുമില്ല. ഞാൻ പടം കാണാതെ വിളിക്കുന്നത് ശരിയല്ല. എൻ്റെ ഡ്രൈവറും പറഞ്ഞ് സാറേ ഇന്ന് പടത്തിന് പോകണമെന്ന്. അപ്പം ഇന്ന് തന്നെ പടം കാണുമായിരിക്കും. പടത്തിന് എനിക്ക് പലയിടത്തും റിപ്പോർട്ട് വന്നത് വെരി ഗുഡ് ഫിലിം എന്നുള്ളതാണ്. അത് കേൾക്കുമ്പോഴാണ് സുഖം. ആരെങ്കിലും പടം ആയിക്കോട്ടെ, പോടട്ടെ എന്നാണ്. എത്ര ആൾക്കാർ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പടത്തെ കുറിച്ച്